ഗുഡ് മോർണിംഗ് ടു എവറിവൺ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. എനിക്ക് നിങ്ങളൊന്ന് കാണണം. എനിക്ക് അവിടം വരെ ഒന്ന് പോകണം. അവൾക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അവൻക്ക് എന്നെ ഒന്ന് കാണണം. ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ ഉപയോഗിക്കുന്നത് അറിയോ? ഹാവ് ടു പ്ലസ് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹാസ്റ്റിൻ്റെ കൂടെ വെറും ഫസ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം, ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം. ഈ ഒരു ഹാസ് ടു ഇല്ലേ, ഇതെന്താണ്? ഇതാണ് സിംഗുലർ. സിംഗുലറിൻ്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുക. എന്താണ് സിംഗുലർ? ഇതോ ഹാവ് ടു ഉപയോഗിക്കും നമ്മൾ പ്ലൂറലിൻ്റെ കൂടെ. ഹാവ് ടു നമ്മൾ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും പ്ലൂറൽ, ആൻഡ് ഹാസ് ടു ഉപയോഗിക്കും സിംഗുലറിൻ്റെ കൂടെ. ക്ലിയർ? എന്താണ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം. ഇനി ഇതിൻ്റെ പാസ്റ്റാണ്, ഇതിൻ്റെ നേരെ പാസ്റ്റാണ് ഹാഡ് ടു. ഹാഡ് ടു പ്ലസ് ഫസ്റ്റ് ഫോം. ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറയാണ്, ഇന്നലെ ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ഇന്നലെ ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ഐ വാസ് ആബ്സെൻ്റ് യെസ്റ്റർഡേ. എന്തുകൊണ്ട്? ബിക്കോസ് ഐ ഹാഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ. എനിക്ക് ഹോസ്പിറ്റൽ പോകേണ്ടതുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം, ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടുവിൻ്റെ കൂടെ വെർ ഫസ്റ്റ് ഫോം വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യണം എന്നാണ്. ക്ലിയർ? അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു പ്ലസ് വെർ ഫസ്റ്റ് ഫോം. ഇനി ഓരോന്നോരോന്നായി നമ്മൾ നോക്കാം, വൺ ബൈ വൺ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമതാണ്, എനിക്ക് ഇന്ന് അവൻ്റെ അടുത്ത് പോകണം. എനിക്ക് ഇന്ന് അവൻ്റെ അടുത്ത് പോകണം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് അവൻ്റെ അടുത്ത് പോകേണ്ടതുണ്ട് അല്ലേ? പോകേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഉദ്ദേശം വെച്ച് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമതാണ്, എനിക്ക് ഇന്ന് അവൻ്റെ അടുത്ത് പോകണം അല്ലെ പോകേണ്ടതുണ്ട്. ആദ്യം എനിക്ക് ഐ ഉപയോഗിക്കും അല്ലേ? അതിൻ്റെ കൂടെ ഹാവ് ടു ആണോ ഹാസ് ടു ആണോ? തീർച്ചയായിട്ടും ഹാവ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഹാവ് ടു? ഐ ഹാവ് ടു. ക്ലിയർ? ഐ ഹാവ് ടു പോകണം, വെർ ഫസ്റ്റ് ഫോം അല്ലേ? എന്താണ് വെർ ഫസ്റ്റ് ഫോം? എന്തായി? ഐ ഹാവ് ടു ഗോ. ഐ ഹാവ് ടു ഗോ. എവിടെ പോകണം? അവൻ്റെ അടുത്ത്. ടു ഹിം. എന്താ പറയുക? ടു ഹിം, അവൻ്റെ അടുത്ത്. അപ്പം എൻ്റെ അടുത്തേക്കാണെങ്കിലോ ടു മീ. അവളുടെ അടുത്തേക്കാണെങ്കിലോ ടു ഹെർ. നിങ്ങളുടെ അടുത്തേക്കാണെങ്കിലോ ടു യു. ക്ലിയർ? അപ്പം ഞങ്ങളുടെ അടുത്തേക്കാണെങ്കിലോ ടു അസ്. അവരുടെ അടുത്തേക്ക് ടു ദെം. എന്താണ് ടു ദെം. അപ്പം എന്തായി? ഒന്നാമത്തെ ഐ ഹാവ് ടു ഗോ ടു ഹിം. ഐ ഹാവ് ടു ഗോ ടു ഹിം. ഇനി ഒരു വേർഡ് കൂടി ഇവിടെ മിസ് ചെയ്യണ്ടല്ലോ. എന്താണ്? ഇന്ന്. അത് ലാസ്റ്റ് ചെയ്ത് കൊടുക്കുക, ടുഡേ. ടുഡേ. ഓക്കെ, അപ്പം എന്തായി? ഐ ഹാവ് ടു ഗോ ടു ഹിം ടുഡേ. ഐ ഹാവ് ടു ഗോ ടു ഹിം ടുഡേ. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്. എന്താ രണ്ടാമത്? ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഈ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഓക്കെ, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നോക്കാം. ഒന്നാമതാണ് സബ്ജക്റ്റ്. ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കും വി. വിൻ്റെ കൂടെ ഹാസ് ടു ആണോ ഇത് ഹാവ് ടു ആണോ? വിൻ്റെ കൂടെ ഹാവ് ടു ഇത് ഹാസ് ടു. തീർച്ചയായിട്ടും ഹാവ് ടു. എന്താ കാരണം? അതിൻ്റെ കാരണം വി എന്താണ്? പ്ലൂറൽ ഫോം ആണ്. വി ഹാവ് ടു. വി ഹാവ് ടു. എന്ത് ചെയ്യേണ്ടതുണ്ട്? ചെയ്യുക. ഡു. ഡു അല്ലേ? അപ്പോൾ ഡു ഉപയോഗിച്ചു. എന്ത് ചെയ്തു? വി ഹാവ് ടു ഡു. വി ഹാവ് ടു ഡു. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈ പ്രൊജക്റ്റ് അല്ലേ? എന്താണ്? ദിസ് പ്രൊജക്റ്റ്. ദിസ് പ്രൊജക്റ്റ്. വി ഹാവ് ടു ഡു ദിസ് പ്രൊജക്റ്റ്. എന്നാ ചെയ്യണത്? ഇന്ന് രാത്രി. ഇന്ന് രാത്രി എന്ത് പറയും? ടു നൈറ്റ്. ഇന്ന് രാത്രി എന്ത് പറയും? ടു നൈറ്റ് അല്ലെങ്കിൽ ടുഡേ നൈറ്റ്. അപ്പം എന്തായി? വി ഹാവ് ടു ഡു ദിസ് പ്രൊജക്റ്റ് ടു നൈറ്റ്. വി ഹാവ് ടു ഡു ദിസ് പ്രൊജക്റ്റ് ടു നൈറ്റ്. ഇനി നമുക്ക് നോക്കാം മൂന്നാമതാണ്. നാളെ അവൻക്ക് നിന്നെ കാണേണ്ടതുണ്ട്. നാളെ അവൻക്ക് നിന്നെ കാണണം അല്ലെങ്കിൽ കാണേണ്ടതുണ്ട്. കാരണം പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കാം. നാളെ അവൻക്ക്. അവൻക്കല്ല, ഹി. ഞാൻ ഹീൻ്റെ കൂടെ ഹാവ് ടു ഹാസ് ടു ആണോ? തീർച്ചയായിട്ടും ഹാസ് ടു. എന്താണ് ഹാസ് ടു? അതിൻ്റെ കാരണം എന്താണ്? ഹി സിംഗിൾ ഫോം ആണ്. ഹി ഹാസ് ടു കാണണം. ഹി ഹാസ് ടു മീറ്റ് അല്ലെങ്കിൽ സി എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഹി ഹാസ് ടു മീറ്റ്. ആരെയാണ് കാണുന്നത്? നിന്നെ, നിങ്ങളെ, യു. ഹി ഹാസ് ടു മീറ്റ് യു. ഹി ഹാസ് ടു മീറ്റ് യു. ഇനി ഒരു വേർഡ് മിസ്സിംഗ് ഉണ്ട്. എന്താണ്? നാളെ, ടുമോറോ. ഇത് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ലാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായി? ഹി ഹാസ് ടു മീറ്റ് യു ടുമോറോ. ഹി ഹാസ് ടു മീറ്റ് യു ടുമോറോ. അവർക്ക് നിങ്ങൾ നാളെ കാണേണ്ടതുണ്ട്. ഇനി അടുത്താണ് നാലാമതാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ, ഇൻ ദ കമ്മിങ് ഡേയ്സ്,
വരും ദിവസങ്ങളിൽ എനിക്ക് അവളെ കാണേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ എനിക്ക് അവളെ കാണേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാണ് എനിക്ക് അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഹാവ് ടു ഉപയോഗിക്കണം. ഓക്കെ, ഐ ഹാവ് ടു കാണണം, ഐ ഹാവ് ടു മീറ്റ് ഹെർ. എനിക്ക് അവളെ കാണേണ്ടതുണ്ട്. എവിടെ? വരും ദിവസങ്ങളിൽ. എന്താ പറയാ? ഇൻ ദ കമ്മിങ് ഡേയ്സ്. കണ്ടോ, സെന്റൻസ് ആയി. ഐ ഹാവ് ടു മീറ്റ് ഹെർ ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇനി അടുത്തതാണ്, അഞ്ചാമതാണ്, എനിക്കിപ്പോൾ അവിടെ പോകണം. കാരണം എനിക്ക് അവിടെ പോവേണ്ടതുണ്ട്. എനിക്കിപ്പോൾ അവിടെ പോകണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അവിടെ പോവേണ്ടതുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് ടു ഗോ ഓവർ ദെയർ അല്ലെങ്കിൽ ദെയർ എന്തും പറയാം. ഓക്കെ, ഓവർ ദെയർ അല്ലെങ്കിൽ ദെയർ എന്ന് പറയാം. ഐ ഹാവ് ടു ഗോ ദെയർ. എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗിവ് മീ എ ലീവ് because I have to go there. Because I have to go there. ഇനി അടുത്താണ്, ഇന്നലെ എനിക്ക് വേറെ എവിടെയോ പോവേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇവിടെ വേറെ എവിടെയോ, ഇതിനിപ്പോൾ എന്താ വേർഡ്? വേറെ എവിടെയോ. സിമ്പിളാണ്. അവിടെയാണ് നമ്മൾ പറയാ സംവെയർ എൽസ്. എന്താ പറയാ? സംവെയർ എൽസ്. ഓക്കെ, സംവെയർ എൽസ് എന്ന് പറയുന്നതാണ് വേറെ എവിടെയോ എന്നായി. ഓക്കെ, അപ്പോൾ എനിക്ക് അല്ലേ, ഇത് പാസ്റ്റ് ഫോം ആണ്, മറക്കരുത്. പോവേണ്ടതുണ്ടായിരുന്നു എന്നാണ്. പോവേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു അല്ലേ ഗോ. എനിക്ക് പോവേണ്ടതുണ്ടായിരുന്നു. എവിടെ? സംവെയർ എൽസ്. എന്ന്? ഇന്നലെ, യെസ്റ്റർഡേ. കാരണം എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ വന്നില്ല. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പറയാണ്, ഐ ആം സോറി, ഇന്നലെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, കാരണം എനിക്ക് വേറെ എവിടെയോ പോവേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ഐ വാസ് ആബ്സെൻറ്റ്. ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു. ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഐ ഹാഡ് ടു ഗോ സംവെയർ എൽസ് വിത്ത് മൈ ഫാദർ. എൻ്റെ ഫാദറിന് കൂടെ എനിക്ക് വേറെ എവിടെയോ പോവേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ഇനി അടുത്ത് നോക്കാം. മിനിഞ്ഞാന്ന് അവൻക്ക് എന്നെ കാണണമായിരുന്നു. മിനിഞ്ഞാന്ന് അവൻക്ക് എന്നെ കാണേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ കാണണമായിരുന്നു. അപ്പം എന്താ പറയാ? നമ്മൾ പറയും അവൻക്ക് ഹീ ഹാഡ് ടു. ഓക്കെ, ഹീ ഹാഡ് ടു മീറ്റ് മീ അല്ലെങ്കിൽ സീ മീ. ഹീ ഹാഡ് ടു മീറ്റ് മീ എന്നാണ് മിനിഞ്ഞാന്ന്. ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പം എന്തായി? ഹി ഹാഡ് ടു മീറ്റ് മീ ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഹി ഹാഡ് ടു മീറ്റ് മീ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇനി അടുത്താണ് എട്ടാമത് നോക്കാം. ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. പറയാ, ഞാൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു അല്ലേ. ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ. ഐ വാസ് ആബ്സെൻറ്റ് യെസ്റ്റർഡേ ബിക്കോസ് അല്ലെങ്കിൽ ആസ് ഉപയോഗിക്കാം. ബിക്കോസിന് കാരണം എന്ന വേർഡിന് ഒരുപാട് വേർഡ്സുകളുണ്ട്. ഓക്കെ, ബിക്കോസ് എനിക്ക് അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഐ ഹാഡ് ടു എവിടെ? ഗോ ടു ഹോസ്പിറ്റൽ. ക്ലിയർ? ഇനി അടുത്ത് നോക്കാം ഒമ്പതാമത്. എന്താണ് ഒമ്പതാമത്? നിന്റെ അനിയന് അവിടെ പോകേണ്ടതുണ്ട്. നിന്റെ അനിയന് അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന് അവിടെ പോകേണ്ടതുണ്ട് എന്ന് പറയാ. നിങ്ങളുടെ അനിയൻ അല്ലേ, യുവർ യങ്ങർ ബ്രദർ. യങ്ങർ ബ്രദർ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു. എന്താ ഉപയോഗിക്കുക? ഹാസ് ടു, കാരണം സിംഗുലർ അല്ലേ. ഹാസ് ടു എവിടെയാണ്? അവിടെ പോകേണ്ടതുണ്ട്. ഹാസ് ടു ഗോ ദെയർ. ക്ലിയർ? ഇനി അടുത്താണ്, അവൾക്ക് ഇന്ന് സ്കൂളിൽ പോവേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഗോ ടു സ്കൂൾ ടുഡേ. ഓക്കെ,
ഇനി 11, 12 ഈ രണ്ടിൻ്റെയും ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കും. ഓക്കെ, ഏതാണ്? എനിക്ക് തിരിച്ചു വരുന്ന വഴിയിൽ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ അല്ലേ, തിരിച്ചു വരുന്ന വഴിയിൽ അത് മറക്കരുത്. എനിക്ക് തിരിച്ചു വരുന്ന വഴിയിൽ അവനോട് സംസാരിക്കാനുണ്ട് എന്ന് വെച്ചാൽ അവനോട് സംസാരിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അടുത്താണ് അവൻക്ക് തിരിച്ചു വരുന്ന വഴിയിൽ. അപ്പോൾ അവൻക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ഓർമ്മയുണ്ടല്ലോ, മറന്നോ? അല്ലല്ലോ, ഓർമ്മയുണ്ടോ? ഓക്കെ, അവൻക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എന്തോ വാങ്ങാനുണ്ട്. അവൻക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എന്തോ വാങ്ങാനുണ്ട്. ഓക്കെ, എന്തോ സംതിങ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു എവരിവൺ.